ഒരു രാത്രി രണ്ട് കൊലയാളികൾ ഒരു വീട്ടിൽ കയറുന്നു. ആ വീടിനകത്തുള്ളവര് നല്ല ഉറക്കാണ്. ഒരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുമുണ്ട്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ ലവേഴ്സാണോ അറിയില്ല. അങ്ങനെ ഈ കൊലയാളികൾ ആ സ്ത്രീയുടെ മുമ്പിലിട്ട് അയാളെ തലക്കടിച്ചു കൊല്ലുന്നു. അയാളുടെ തലയോട്ടി പിളർന്ന് തലച്ചോറ് പുറത്തു വരുന്നതുവരെ മൃഗീയമായിട്ടടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആ സ്ത്രീയാണെങ്കിൽ പേടിച്ചോടുകയാണ്. എന്നാൽ ഒരു വൈറ്റ് കളർ വാനുകൊണ്ട് അവളുടെ പിന്നാലെ പോവുകയാണ് ഈ കൊലയാളികൾ. അങ്ങനെ രാവിലെയായി. അപ്പോഴാണ് ഈ സ്ഥലം മുഴുവനായിട്ടും കാണിക്കുന്നത്. നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേ. അടുത്തൊന്നും വീടുകളോ കടകളോ ഈവൻ പെട്രോൾ പമ്പ് പോലുമില്ല. ഈ ഹൈവേയുടെ ചുറ്റിനും തരിശായിട്ട് കിടക്കുന്ന ഭൂമി മാത്രം. ഇതാണ് ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ. അവിടെയുള്ള പോലീസുകാര് ഭയങ്കര ടെൻഷനിലാണ്. ഇങ്ങോട്ട് വരാൻ പോകുന്ന FBI ഏജൻസിനെ കാത്തിരിക്കുകയാണ് ദി എൻറ്റയർ പോലീസ് സ്റ്റേഷൻ. അവർക്ക് മാത്രം തെളിയിക്കാൻ പറ്റുന്ന ഏതോ ഒരു വലിയ കേസുണ്ട് ഇവിടെ. ഈ ഇരിക്കുന്ന സ്ത്രീ, അതേപോലെ ഈ കുട്ടി, ഇവരാണ് ഈ കേസിലെ പ്രധാന സാക്ഷികൾ. പിന്നെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ഈ പോലീസുകാരൻ. അയാളുടെ കയ്യിൻ്റെ മേളിലാണെങ്കിൽ ഒരു പരിക്കുണ്ട്. അങ്ങനെ അവർ കാത്തിരുന്ന FBI ഏജൻസ് വന്നു, സാം ആൻഡ് എലിസബത്ത്. ഇവർ രണ്ടുപേരും ലവേഴ്സാണ്. പക്ഷെ അതൊന്നും പുറത്തറിയില്ല കേട്ടാ. വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം അത്. അല്ല സാം, ഒരു ചെറിയ കുട്ടിയാണ് ദൃക്സാക്ഷി, നിന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് പുറത്തേക്കങ്ങ് ഇറങ്ങുന്നു. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അവിടെയുള്ളൊരു പോലീസ് വണ്ടി അടിച്ച് തകർക്കപ്പെട്ട നിലയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവരകത്തോട്ട് കയറുന്നു. ഇതാണ് ഇവിടുത്തെ ചീഫ്. ഇവൻ ഡെക്രാസോ, ഇവൻ റൈറ്റ്. ഇവിടെയുള്ള പോലീസുകാർക്കൊരു പ്രത്യേകതയുണ്ട്. ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. ഉഴപ്പ് എന്നൊക്കെ പറഞ്ഞ അങ്ങേയറ്റത്തുഴപ്പാ. അങ്ങനെ ചീഫ് കേസിനെ കുറിച്ച് പറയുന്നു. രണ്ട് ഐ വിറ്റ്നസ് ആണുള്ളത്, ബോബി ആൻഡ് സ്റ്റെഫനി. ഇതിലെ സ്റ്റെഫനിയാണ് നേരത്തെ കണ്ട കൊച്ചുകുട്ടി. പിന്നെ ബോബി കണ്ടതെല്ലാം വലിച്ചു കയറ്റി വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ പറയുന്നതെല്ലാം സത്യമാണോ കളവാണോ ഒന്നും അറിയില്ല. എന്നാൽ അവർ സാക്ഷികളായിട്ട് മാറിയ ഈ കേസിൽ രണ്ട് പോലീസുകാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൽ ഒരു പോലീസുകാരൻ ഇന്നലെ വൈകുന്നേരം കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ പോലീസുകാരനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത്. സോ മരിച്ചുപോയൊരു പോലീസുകാരൻ, മരിക്കാത്തൊരു പോലീസുകാരൻ, തമ്മിൽ ബന്ധമില്ലാത്ത രണ്ട് സാക്ഷികളും. ഇത്ര മാത്രമേ നമുക്കിപ്പോൾ ക്ലാരിറ്റി ഉള്ളൂ. മുന്നോട്ട് പോകുന്തോറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ സാം എത്രയും വേഗം എല്ലാവരും ചോദ്യം ചെയ്യാൻ പറയുന്നു. എന്നാൽ ഒരു നോർമൽ രീതിയിലല്ല. സ്റ്റെഫനിയെ ചോദ്യം ചെയ്യാൻ എലിസബത്തിനെ നിയമിക്കുന്നു. ബോബീനെ ചോദ്യം ചെയ്യാൻ ഡെക്രാസോനെയും റൈറ്റിനെ ഏൽപ്പിക്കുന്നു. ആൻഡ് രക്ഷപ്പെട്ട പോലീസുകാരനായ അലക്സിനെ ചോദ്യം ചെയ്യാൻ ചീഫിനെ ഏൽപ്പിക്കുന്നു. ഈ ചോദ്യം ചെയ്യലെല്ലാം സാം വാച്ച് ചെയ്യും ക്യാമറ വഴി. അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കുന്നു. ഈ സമയത്താണ് സാം കുറച്ച് ഫോട്ടോസ് കാണുന്നത്. അതും ഇന്നലെ രാത്രി മരിച്ച അതേയാളുടെ ഫോട്ടോ. സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ രണ്ട് കൊലയാളികൾ കുറെ കാലമായി പോലീസിനെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ്. മാസ്കും ധരിച്ചാണ് അവരോരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്.